എയർ ഫ്രയർ വാങ്ങിയിട്ട് ആളുകൾ ചെയ്യുന്ന ഒരു തെറ്റ് എന്താണെന്ന് അറിയാമോ? ചിക്കൻ പുറത്തു നിന്ന് ക്രിസ്പി ആയിരിക്കും, പക്ഷെ അകത്ത് പകുതിയെ വെന്തിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ അത് ഡ്രൈ ആയിരിക്കും, ചിലപ്പം പച്ച പോലെ തന്നെ ഉണ്ടാവും. പ്രശ്നം എയർ ഫ്രയറിന്റെ അല്ല, ഉപയോഗിക്കുന്ന രീതിയിലാണ്. നമുക്ക് വഴിയെ കാര്യങ്ങൾ പറയാം. നമുക്ക് ചിക്കൻ പുരട്ടാനുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സിന്റെ ജാറിൽ ഒരു സവാളയും 8-10 ചെറിയ ഉള്ളിയും ചേർക്കുന്നുണ്ട്. രണ്ട് പച്ചമുളക് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 വലിയ ചെറിയ ഉള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ചേർക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കൈ നിറയെ മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫുള്ളായി പോയി, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് പൾസ് മോഡിൽ ഇട്ട് അടിച്ചെടുത്താൽ മതി. ഇതൊന്ന് ക്രഷായി കിട്ടിയാൽ മതി, അധികം വെള്ളം പോലെ അരച്ചെടുക്കാൻ നിൽക്കണ്ട. ഇതുപോലെ വേണം അടിച്ചെടുക്കാൻ. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് ഉപ്പും 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 3/4 ടേബിൾ സ്പൂൺ വലിയ ജീരകവും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഉണ്ടമുളക് ഒരു 12-13 എണ്ണം വെള്ളത്തിലിട്ട് 1 ടീസ്പൂൺ വിനാഗിരി ഇട്ട് വെച്ചതാണ്. ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഡയറക്റ്റ് ഉണ്ടമുളകായിട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരു ലേശം അതിൻ്റെ വെള്ളം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോട്ട് എടുക്കാൻ ഞാൻ വിട്ടുപോയി. 2 ടീസ്പൂൺ തൈരും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. എയർ ഫ്രയറിൽ തെറ്റായിട്ട് ഭക്ഷണം കുക്ക് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രുചിൻ്റെ പ്രശ്നം മാത്രമല്ല, പക്ഷെ പ്രോപ്പറായി വേവാത്ത ചിക്കൻ കൂടി കഴിക്കുമ്പോൾ അത് നമ്മൾ ആരോഗ്യത്തിനും കൂടി പ്രശ്നമാകും. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, എയർ ഫ്രയർ എന്നത് ഒരു ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന ഒരു മെഷീനാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഇതിൻ്റെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ചൂടുള്ള വായു ഹൈ സ്പീഡിൽ കറങ്ങും, ഭക്ഷണം കുക്ക് ചെയ്യുകയും അതൊരു കൺവെൻഷൻ സിസ്റ്റം ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ചൂടുള്ള വായു ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തണം. പക്ഷെ പലരും എന്ത് ചെയ്യും, ചിക്കൻ്റെ പീസ് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് ഇട്ടിട്ട് ബാസ്ക്കറ്റ് അങ്ങ് നിറച്ച് വെക്കും. അല്ലെ വളരെ വലിയ പീസസ് ആയിട്ട് നേരെ അങ്ങ് ഇടും. അല്ലെങ്കിൽ കുക്കിംഗ് ടൈം മാത്രം നോക്കിയിട്ട് കുക്ക് ചെയ്യും. ഇതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റായിട്ടുണ്ടായാൽ പുറത്ത് നിന്ന് നിറം മാറും, അകത്ത് ശരിയായി കുക്കും ആവില്ല. പുറത്ത് ക്രിസ്പിനെസ് കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് കഴിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ വെന്തിട്ടില്ല എന്ന് നമ്മൾ അറിയുന്നത്. ഞാനിവിടെ എയർ ഫ്രയർ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് 190 ഡിഗ്രിയിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഓരോന്നായി ചിക്കൻ പീസസ് നമുക്ക് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു പീസിന്റെ മേലെ വേറെ ഒന്നും വെക്കാണ്ടിരിക്കുക. ഓരോന്നും സൈഡായി തന്നെ ഇട്ട് കൊടുക്കണം. കുറച്ച് മസാല കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ചിക്കൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. പതിനഞ്ച് മിനിറ്റും 190 ഡിഗ്രിയിലുമാണ് ഒരു സൈഡ് ഞാൻ കുക്കാക്കി എടുക്കുന്നത്. കണ്ടോ, ഈ സൈഡ് അത്യാവശ്യം ആയിട്ടുണ്ട്. മറ്റേ സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇത് മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. എപ്പോഴും ചിക്കൻ മറിച്ചിട്ടിട്ട് തന്നെ മറ്റേ സൈഡ് കുക്ക് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ 15 മിനിറ്റ് 190 ഡിഗ്രിയിൽ തന്നെയാണ് ഞാൻ ഈ സൈഡും കുക്ക് ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടെ ചിക്കൻ പീസസ് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത തവണ ചിക്കൻ എയർ ഫ്രൈയിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ 3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിലൊന്നെന്ന് വെച്ചാൽ ബാസ്ക്കറ്റ് നിറയെ ചിക്കൻ ഇടാണ്ടിരിക്കുക. 2, കുക്ക് ചെയ്യുന്ന ഇടയിൽ മറിച്ചിട്ട് കൊടുത്തിട്ട് മാത്രം കുക്ക് ചെയ്യുക. 3, ചിക്കൻ കട്ട് ചെയ്തിട്ട് തന്നെയാണോ വെച്ചേക്കണേന്ന് നോക്കുക. മാക്സിമം ചിക്കൻ പീസസ് ആയിട്ട് തന്നെ വെക്കാൻ നോക്കുക. ഫുൾ ചിക്കൻ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കും ഒന്ന് വെന്തിട്ട്. ഇത് മാത്രം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾക്ക് എയർ ഫ്രയറിൽ കിട്ടുന്ന ചിക്കൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടും പുറത്ത് ക്രിസ്പിയും ജ്യൂസി ആയിട്ടും ഇരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.
താങ്ക് യു സോ മച്ച്.